ഹലോ മൈഡിയാസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊരു മഴയല്ലേ! രാവിലെന്നോ രാത്രിയെന്നോ അങ്ങനെ ഒന്നുമില്ല, ഫുൾ ടൈം മഴ തന്നെ. ഇവിടെ എന്തായാലും മഴയൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഓരോരുത്തരൊക്കെ മെല്ലെ ജലദോഷവും പനിയും ചുമയൊക്കെ ആയിട്ട് മെല്ലെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കൂടാനൊന്നും നിന്നില്ല, അതെ ചുമ ചുമക്കുന്നു. ചുമ അധികമാകാൻ നിന്നില്ല. തുടക്കത്തിൽ തന്നെ കൊണ്ട് മരുന്നൊക്കെ വാങ്ങിയത് കൊണ്ട് എല്ലാം തന്നെ വേഗത്തിൽ അങ്ങ് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോയി. കാരണം മഴക്കാലമല്ലേ, എല്ലാവർക്കും പകർച്ചവ്യാധികളും അങ്ങനെ എല്ലാം പകർന്ന സമയങ്ങളില് ഡെങ്കു ആയാലും ഇപ്പൊ കൊറോണയുണ്ട്, എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. വൈറൽ ഫീവറും ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാം തുടക്കത്തിലെ തന്നെ അങ്ങ് ചികിത്സിക്കുവാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. ഇനി കൂടിയിട്ട് കാണിക്കാൻ കുറച്ചുകൂടി കഴിയട്ടെ, കുറച്ചും കൂടി കഴിയട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പൊടിക്കൈകളൊക്കെ ആക്കി നോക്കി പറക്കൊക്കെ ചെയ്താൽ ചിലപ്പം രോഗം അങ്ങ് എത്തും. പണ്ടത്തെ കാലമൊന്നുമല്ല. ഇപ്പം നമ്മൾ പറഞ്ഞ പണ്ടൊക്കെ എന്തെങ്കിലും വന്നാൽ പണ്ടത്തെ പൊടിക്കൈകളൊക്കെ അങ്ങ് നോക്കിയാലോ പോയേനെ. പക്ഷെ ഇപ്പോഴത്തതൊക്കെ ഇച്ചിരി കാറ്റിന് കയറിയ സാധനങ്ങളാ വരുന്നത്. അതുകൊണ്ട് നമ്മൾ പൊടിക്കൈ ഒന്നും ചെയ്യാതെ നേരെ ഡോക്ടറെയൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങി കഴിച്ച് സേഫ് ഒക്കെ ആയിട്ട് എല്ലാവരും ഇരിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കുക. നമ്മുടെ ആരോഗ്യം വേറെ ആരും നോക്കാൻ വരത്തില്ല. അപ്പം ഇത് 2 ദിവസത്തെ ഉച്ചക്കത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ലോഗാ. കാരണം ഒറ്റ ദിവസത്തെ ആയിട്ട് അങ്ങനെ കാണിക്കാൻ പ്രത്യേകിച്ച് ഇല്ലാഞ്ഞോണ്ട് ഞാൻ 2 ദിവസത്തെ ആയിട്ട് കാണിച്ചതാട്ടോ. എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പറ്റിയ ചെറിയൊരു എന്താ പറയുക, ഒരു അബദ്ധത്തിന്റെ കഥയും കൂടി പറഞ്ഞിട്ട് വീഡിയോ തുടങ്ങാം. ഇതിപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ തലേ ദിവസം വീട്ടിലെ സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നു. അപ്പൊ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അരിയുമൊക്കെ തീർന്നായിരുന്നേ. തലേദിവസം രാത്രിക്ക് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. ഒരു 7 മണി ആ സമയത്ത് പോയ വെള്ള സാധനങ്ങളും വാങ്ങി വണ്ടിയിലൊക്കെ വെച്ച് ഞങ്ങൾ തിരിച്ച് എന്താ പറയുക, ചായക്കടി കിട്ടുമെന്നൊക്കെ നോക്കി അങ്ങനെ കുറച്ച് ചായയുടെ കടികളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഇരിക്കുവാ. അപ്പം ജോഷുവായിക്ക് ചെറിയ പനിയുണ്ട്. അപ്പൊ അവനെ ഒന്ന് ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവന് മരുന്നൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒന്ന് വൈകിട്ട് എപ്പോഴും ഞങ്ങൾ കഞ്ഞി വെക്കുന്നത്. അപ്പൊ എനിക്ക് കഞ്ഞി വേണ്ട, ചേട്ടായിക്കും പിള്ളേർക്കും മാത്രം മതി. എന്നാൽ ജസ്റ്റ് അവർക്ക് മാത്രം ഇച്ചിരി കഞ്ഞി കുക്കറിൽ ഇട്ടേക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ നേരെ അടുക്കളയിൽ ചെല്ലുമ്പം അരിയില്ല. ഞാൻ വാങ്ങിയ അരിയില്ല. അപ്പൊ എന്റെ വിചാരം ഞാൻ ഓൾറെഡി അരിയും സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് എല്ലാം എടുത്ത് വണ്ടിയെ വെച്ചു എന്നാ വിചാരിച്ചത്. പക്ഷെ ഞാൻ അരി ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് വണ്ടിയെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ ഭാഗ്യത്തിന് ഇവിടെ കുറച്ച് അരി ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് ആ അരി വെച്ചിട്ട് ഞങ്ങള് രാത്രി കഞ്ഞി വെച്ചു കേട്ടോ. എന്നിട്ട് രാവിലെ ആയി കഴിഞ്ഞ പിന്നെ ഉച്ചക്കത്തേക്ക് വെക്കാനില്ല, പിറ്റേ ദിവസം ആയപ്പം. എന്നിട്ട് തന്നെ എനിക്ക് പിന്നെ ആദ്യം പോയിട്ട് അവിടെ പോയിട്ട് എടുക്കണ്ട. ഓൾറെഡി നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് വന്നതാ. ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കേട്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഉച്ചയൊക്കെ ഞങ്ങള് ഈ സാധനം എടുക്കാൻ പോയി. അപ്പൊ അരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ അരിയൊക്കെ വേഗം എടുത്ത് പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിയിട്ട് ചിക്കനും കൂടി വാങ്ങിയിട്ട് നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ചേട്ടായും പിള്ളേരും ചിക്കനും വാങ്ങുമ്പോൾ ഞാൻ ഈ അരി എടുക്കാനും കൂടി പോയി. തിരിച്ച് ഞാൻ അരിയൊക്കെ എടുത്ത് വണ്ടിയെ കയറി. ചേട്ടായി ചിക്കന് പൈസ കൊടുക്കുന്ന കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ സാധനം വാങ്ങി ഓക്കെ എന്ന് പറഞ്ഞിട്ട്, നന്നേ ഓക്കെ നമുക്ക് പോയേക്കാം, ചിക്കനും കിട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ടേക്ക് ഫോൺ വിളിക്കാനുണ്ടെന്നും ചേട്ടായി വണ്ടിയിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ തിരിച്ച് ഞാൻ അടുക്കളയിൽ വന്ന് കഞ്ഞിയൊക്കെ അരി എന്തായാലും ഓൾറെഡി സൂപ്പർ മാർക്കറ്റിലായിരുന്നല്ലോ, നമ്മൾ എടുത്തിട്ട് വന്നു. അപ്പം അതിൽ നിന്ന് വേഗം കുറച്ച് അരിയൊക്കെ എടുത്ത് വേഗം ഞാൻ കുക്കറിലിട്ട് വേഗം ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പിള്ളേർക്ക് കുടിക്കാൻ വെള്ളം വേണം, അതുകൊണ്ടൊക്കെ അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് വേഗം കറിയാക്കാലോ, ചിക്കൻ കറിയും ചിക്കൻ പൊരിക്കാന്നെല്ലാം വെച്ച് ഞാൻ നോക്കിയിട്ടൊന്നും ചിക്കൻ കാണുന്നില്ല. ഞാൻ ചേട്ടോട് പോയി, ചേട്ടായി അപ്പം അതിന്റെ തലേദിവസം ഈ അരി മറന്നു എന്ന് പറഞ്ഞിട്ട് നിന്ന് ഏട്ടനെ വഴക്കുള്ളൂ, നോക്കിയിട്ടൊക്കെ എടുത്തിട്ട് വരണ്ടേന്നല്ല എന്നോട് ഓൾറെഡി പുള്ളി പറയുന്നുണ്ടേ. അപ്പൊ ഞാൻ ഏത് മനുഷ്യനും അബദ്ധം പറ്റൂല, എനിക്ക് പറ്റിപ്പോരാന്നൊക്കെ ഓക്കേന്നൊക്കെ പറഞ്ഞു. ഒരു ചെറുതായിട്ടൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞ ആൾ ഞാൻ നോക്കിയിട്ട് ചിക്കൻ എങ്ങനെ കാണുന്നില്ല. എന്നിട്ട് ഞാൻ ചേട്ടായി ചിക്കനും എടുത്താന്ന്. അപ്പൊ എന്റെ വിചാരം വണ്ടിന്റെ ഫ്രണ്ടില് ചേട്ടായി ചിക്കൻ വെച്ചിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ കാണുന്നില്ല, ഇവര് വാങ്ങാൻ പോയതല്ല, പോകുന്നതും പൈസ കൊടുക്കുന്നതും കാണുന്നുണ്ട്. ബാക്കി ചിക്കൻ കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇവര് വരുന്നു. അപ്പൊ ചേട്ടായി വേഗം ഒന്നും മിണ്ടുന്നൊന്നുമില്ല, സൈഡിലോട്ട് നോക്കി തിരിഞ്ഞ് പുറകിലൊക്കെ നോക്കിയിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അപ്പൊ എന്നാ ചിക്കൻ വാങ്ങാൻ മറന്നുപോയി. പൈസ ഓൾറെഡി അരി വാങ്ങാൻ മറന്നു പോയിട്ടാണ് ഞങ്ങൾ 2ാമത് അരി എടുക്കാൻ പോയത്. അരി വാങ്ങി പൈസയും കൊടുത്ത് വാങ്ങി വെച്ചിട്ട്. അതിന്റെ അതേ എന്നെ പറഞ്ഞയാൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം അവിടുന്ന് പുള്ളി ചിക്കൻ എടുക്കാനേ പിറ്റേ ദിവസം മറന്നുപോയി. അങ്ങനെയാണ് ആ ചിക്കനാണ് ഇപ്പൊ ഞാനിവിടെ വെച്ചോണ്ടിരിക്കുന്ന ചിക്കൻ കറി കേട്ടോ. വിശേഷം പറഞ്ഞ് ഫസ്റ്റ് ദിവസത്തെ വ്ളോഗ് അങ്ങ് കഴിഞ്ഞു പോയല്ലേ. അപ്പം ഞങ്ങൾക്ക് അബദ്ധം പറ്റിയ ദിവസത്തെ വ്ളോഗായിരുന്നു ആദ്യം കണ്ട് ചിക്കൻ കറി വെക്കുന്നതും ഒക്കെ കണ്ടത്. ഇതിപ്പം എന്റെ പിറ്റേ ദിവസത്തെ വ്ളോഗ് കേട്ടോ. അപ്പൊ ഞാന് തലേ ദിവസം ഓൾറെഡി ചിക്കൻ കറി വെച്ചിരുന്ന ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചാക്കാൻ വെച്ചു. വലിയ വെറൈറ്റി ഒന്നുമില്ല,
തലേദിവസം എണ്ണക്കകത്ത് കടുക് ഇട്ട് പൊടിച്ചാൽ ഇന്ന് നല്ല മറ്റു സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അങ്ങ് പൊടിച്ചു കുക്കറിൽ. സ്പൈസസ് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്പൈസസ് ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, പിന്നെ എന്നിട്ട് കറുവപ്പട്ട അതൊന്ന് മൂത്ത് വന്നപ്പോ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു. ഇത് നമ്മുടെ സാധാരണ സവോളയും തക്കാളിയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, കുക്കറിൽ അങ്ങ് അടച്ചു വെക്കും. അപ്പം ഒരു വിസിലായി കഴിഞ്ഞ് കഴിയുമ്പം ഒന്നോ രണ്ടോ വിസിലായാൽ മതി കേട്ടോ. അപ്പൊ നല്ലോണം സവോള നല്ല വഴണ്ട് നല്ല സെറ്റായി വെന്തിട്ടുണ്ടാവും. ശരിക്കും നമുക്ക് എന്താ പറയുക, സവോള ഇങ്ങനെ കടിച്ച് അങ്ങനെയൊന്നും കിട്ടത്തൊന്നുമില്ല. നല്ലോണം വെന്ത് നമ്മുടെ നല്ല ഗ്രേവി ആയിട്ടിരിക്കും കേട്ടോ. കുക്കറിൽ ഇങ്ങനെ സവോള വഴറ്റിയെടുക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് ജസ്റ്റ് നമ്മൾ ചൂടാക്കിയിട്ട് പിന്നെ വിസിലടുപ്പിച്ചെടുക്കണം കേട്ടില്ല. നമ്മള് സാധാരണ വഴറ്റേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ കാണിക്കുന്ന കണ്ടിട്ട് ഞാൻ ഈ കെണി പഠിച്ചത്. പക്ഷെ അത് ഭയങ്കര ഈസി കേട്ടോ. ശരിക്കും നമ്മള് എന്താ പറയുക, നമ്മൾ മറ്റു രീതിക്ക് സാധാരണ നമ്മള് ചട്ടിക്കകത്തിട്ട് വഴറ്റിയിട്ട് ചിക്കൻ ഇട്ട് വെക്കുന്നതിന് ആ രുചിയും ഈ രുചിയും രണ്ട് രുചിയും. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുക്കറിലിട്ടൊന്ന് സവോള വിസിലേക്ക് അടുപ്പിച്ചിട്ട് ബാക്കി മസാലകളൊക്കെ ഇട്ടിട്ട് അങ്ങ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചി തന്നെ. പിന്നെ ഞാൻ തോരനായിട്ട് ക്യാബേജ് വെക്കാന്ന് വിചാരിച്ചു. തേങ്ങയൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒരു മെഴുക്ക് പുരട്ടി പോലെ. കാരണം പിള്ളേരൊന്നും കൂട്ടില്ല, ചേട്ടായും അങ്ങനെ കൂട്ടാൻ സാധ്യതയില്ല, ഞാൻ മാത്രമേ കൂട്ടാൻ സാധ്യതയുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് മെഴുക്ക് പുരട്ടി എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങയെല്ലാം പൊതിക്കാനൊക്കെ മഴയത്ത് പോകണ്ടേ. അപ്പൊ അത് മടിയായിട്ട് ഞാൻ മെഴുക്ക് പുരട്ടി ആക്കാന്ന് വിചാരിച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകും പൊടിച്ച് അതിലേക്ക് ക്യാബേജും സവോളയും പച്ചമുളകും കൂടി അരിഞ്ഞ് നല്ലോണം ഒന്ന് എന്താ പറയുക അരച്ച് വെച്ച് വേവിച്ചെടുത്തു കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി പോയി. പിന്നെ ഞാൻ കൂട്ടുന്നോണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്കില്ലാലും എല്ലാ സാധനത്തിലും ഉപ്പ് കൂടുതലായിട്ടോ. എന്റെ വീട്ടിൽ നിന്ന് എപ്പോഴും എന്നോട് പറയും, ഞാന് എല്ലാ മീൻസ് അവര് വരുമ്പോ എല്ലാത്തിനും ഉപ്പ് കൂടുതലാന്ന്. എന്റെ നാക്കിന്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല, എനിക്ക് എല്ലാത്തിനും കുറച്ച് ഉപ്പ് കൂടുതലാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഞങ്ങള് ഇന്നലെ ചിക്കനൊക്കെ ഉച്ചയ്ക്ക് ഞങ്ങള് എന്താ പറഞ്ഞ ചോറിന് ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും വെച്ചു. ഇന്ന് ഞങ്ങള് പിള്ളേർക്ക് മാത്രമേ പൊരിച്ചു നോക്കുന്നുള്ളൂ. എനിക്ക് ചേട്ടായിക്കും കറിയാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവന്മാര് വിശക്കുന്നു എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞു. ഒരാൾക്ക് നാരങ്ങ വെള്ളം വേണം, ഒരാൾക്ക് മാങ്ങയും മതി. അപ്പൊ ജോഷുവയുടെ നാരങ്ങ വെള്ളം ആ കപ്പിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ജുവാന് വേണ്ടി ഞാൻ മാങ്ങ എത്തുന്നത് ഞങ്ങൾ കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ നല്ല മാങ്ങയായിട്ട്. ഞാൻ എന്റെ 2 ദിവസം മുമ്പ് ഈ മാങ്ങ വാങ്ങിയായിരുന്നു. അപ്പൊ നല്ല രുചി. പക്ഷെ കണ്ടാൽ അത്ര ലുക്കൊന്നുമില്ല. നമ്മള് മോശം മാങ്ങയാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നുമില്ല കേട്ടോ. നമ്മളത് വാങ്ങി മുറിച്ചൊക്കെ കഴിഞ്ഞാല് നല്ല മധുരമുള്ള നല്ലൊരു മാങ്ങ, നല്ലൊരു മണവും ഒക്കെ ഉണ്ട് ആ മാങ്ങയ്ക്ക്. അപ്പൊ ഞാനത് പിറ്റേ ദിവസവും അതേ മാങ്ങ ഞാൻ അവിടെ പോയി നോക്കിയിട്ട് വാങ്ങിയതാ. കിലോയ്ക്ക് എത്ര 64 രൂപയോ അങ്ങനെ എത്ര അതിന്റെ വില കണ്ടത്. എന്റെ പേരൊന്നും അറിയത്തില്ല മാങ്ങയുടെ. അപ്പോഴേക്ക് നമ്മുടെ കുക്കറിൽ 2 വിസിലേക്കായി. സവോള നമ്മൾ ഓൾറെഡി വഴറ്റാൻ വേണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സവോള നല്ലോണം വഴണ്ട് വന്നു. ഇനിയിപ്പോ ഒന്നും കൂടി ഫ്ലെയിം ഒക്കെ ഓൺ ആക്കിയിട്ട് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇത്ര ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് പൊടിയുടെ പച്ചമണം ഒക്കെ മാറുന്നോണം വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പൊടിയുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പം അതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലോണം അടച്ചു വെക്കുക. അപ്പൊ ഞാൻ ഓൾറെഡി ഉരുളക്കിഴങ്ങും കൂടി ഇതിനകത്തിട്ട് വേവിക്കാൻ വേണ്ടി അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തിരക്കിന്റെ ഇടയ്ക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് മറന്നുപോയി. അത് ഞാൻ ഓൾറെഡി അടച്ചു. എന്നിട്ട് ഞാൻ ഇപ്പോഴും ഉരുളക്കിഴങ്ങിന്റെ കാര്യം ഓർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഇപ്പുറത്ത് പിള്ളേർക്കുള്ള ചിക്കൻ പൊരിക്കാൻ വേണ്ടി പാനൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ ചിക്കൻ എടുക്കാൻ വേണ്ടി തിരിയുമ്പോഴാണ് എന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടില്ലെന്ന് കാണുന്നത്. ഉടനെ വേഗം കുക്കറും തുറന്ന് ആ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലും പറ്റത്തക്ക രീതിയിലൊക്കെ ആക്കി ഉപ്പൊക്കെ നോക്കി ഞാൻ അങ്ങ് അടച്ചു വെച്ചു. ഒരു 2 വിസിലും കൂടി ആയാൽ ഉരുളക്കിഴങ്ങോ ചിക്കനൊക്കെ നല്ലോണം വെന്തോളും കേട്ടോ. അപ്പൊ അങ്ങനെ കറി സെറ്റായി. എന്താ പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ വേറെ അധികം ഇച്ചിരി ചാറ് പറ്റിക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല. നല്ല എന്താ പറയുക റോസ്റ്റ് പരുവമായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അങ്ങനെ
ചോറ് കൊണ്ടുകഴിഞ്ഞപ്പോ എന്തെങ്കിലും മധുരം കഴിക്കാലോ എന്ന് വെച്ച് ഞാൻ എടുക്കുന്നത്. ചേട്ടായി കഴിഞ്ഞ ദിവസം ഡൽഹി പോയിട്ട് വന്നപ്പോ ഗുലാബ് ജാമുനും ഈ സോനാപാപ്പടിയും വാങ്ങിട്ട് വന്നേ. നമ്മുടെ ഇവിടത്തേക്കാൾ നല്ലൊരു ടേസ്റ്റ് തോന്നി കേട്ടോ എനിക്ക് അവിടുന്ന്. ഞാൻ ഇവിടുത്തെ ഗുലാബ് ജാമുൻ കഴിച്ചിട്ടുണ്ട്, സോനാപാപ്പടി എപ്പോഴും വാങ്ങുന്നത്, പക്ഷെ ഇതിന് കുറച്ചും കൂടി ഒരു രുചി തോന്നി കേട്ടോ. എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാവരും ചെറിയൊരു കമന്റ് ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ വീഡിയോസ് കാണാന്. നിങ്ങളുടെ കമന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനും സന്തോഷവും ഒക്കെ അല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.